എല്ലാ കൂട്ടുകാരെയും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. 6th സ്റ്റാൻഡേർഡിലെ 17ാമത്തെ പേജിലെ പ്രവൃത്തി പരിചയമാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഇവിടെ ഒരു വൃത്തം തന്നിട്ടുണ്ട്. അതിനെ 2 ഭാഗങ്ങളായി വിഭജിച്ചിരിക്കുന്നു, പച്ചയും മഞ്ഞയും. മഞ്ഞ 20 ഡിഗ്രിയിലാണ് വിഭജിച്ചിരിക്കുന്നത്. പച്ചയുടെയും മഞ്ഞയുടെയും ഭാഗത്തിന്റെ ഫ്രാക്ഷനാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഒരു വൃത്തം 360 ഡിഗ്രിയാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ മഞ്ഞ നിറത്തിൽ കൊടുത്തിരിക്കുന്ന ഭാഗം 20 ഡിഗ്രി ആണെങ്കിൽ 360ൽ നിന്ന് 20 കുറച്ചാൽ പച്ച നിറമുള്ള ഭാഗം എത്ര ഡിഗ്രിയിലാണ് ഉള്ളതെന്ന് മനസ്സിലാക്കാം. 360ൽ നിന്ന് 20 കുറച്ചാൽ കിട്ടുന്നത് 340 ആണ്. അതുകൊണ്ട് പച്ച നിറമുള്ള ഭാഗം 340 ഡിഗ്രി ആയിരിക്കും. ഉത്തരത്തിലേക്ക് കടക്കാം. മഞ്ഞ നിറമുള്ള ഭാഗം മൊത്തം വൃത്തത്തിന്റെ എത്ര ഭാഗമാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് മഞ്ഞ നിറത്തിന്റെ ഫ്രാക്ഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. അത് കണ്ടുപിടിക്കുന്നത് ഇങ്ങനെയാണ്: 20 ഡിഗ്രി ഡിവൈഡഡ് ബൈ 360 ഡിഗ്രി. അതായത് മഞ്ഞ 360 ഡിഗ്രിയിലെ 20 ഡിഗ്രി മാത്രമാണ്. 20 ഡിവൈഡഡ് ബൈ 360 നമുക്ക് ചെറുതാക്കാൻ പറ്റും. അതെങ്ങനെയാണ് ചെയ്തതെന്ന് വെച്ചാൽ 360നെ നമുക്ക് 10 കൊണ്ട് ഹരിക്കാൻ പറ്റും. അതേപോലെ 20നെയും 10 കൊണ്ട് ഹരിക്കാൻ പറ്റും. 360നെ 10 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നത് 36 ആണ്. അതായത് 36 ഇൻറ്റു 10 എന്ന് പറയുന്നത് 360 ആണ്. അതേപോലെ 20നെ 10 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നത് 2 ആണ്. 2 ഇൻറ്റു 10 20. അതേപോലെ 36നെ മുകളിൽ 2 ആണുള്ളത്. അപ്പോൾ 2നെയും 2 കൊണ്ട് ഹരിക്കാൻ പറ്റും. 2നെ 2 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നത് 1 ആണ്. അതായത് 1 ഇൻറ്റു 2 ഈക്വൽ ടു 2 ആണ്. ഇനി 36നെ 2 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നത് 18 ആണ്. അതായത് 2 ഇൻറ്റു 18 എന്ന് പറയുന്നത് 36 ആണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ആണ് 1/18. അടുത്തായി പച്ച നിറമുള്ള ഭാഗത്തിന്റെ ഫ്രാക്ഷൻ കണ്ടുപിടിക്കാം. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? 340 ഡിവൈഡഡ് ബൈ 360. 2 സംഖ്യയെയും 10 കൊണ്ട് ഹരിക്കുമ്പോൾ 34 ഡിവൈഡഡ് ബൈ 36 എന്ന് കിട്ടുന്നു. വീണ്ടും 2 കൊണ്ട് ഹരിക്കുമ്പോൾ 17/18 എന്നാണ് ആൻസർ കിട്ടുന്നത്. ഇതിൽ കൂടുതൽ നമുക്ക് ചെറുതാക്കാൻ കഴിയില്ല. 2 ഭാഗങ്ങളുടെ ആൻസർ കിട്ടിക്കഴിഞ്ഞു. യെല്ലോ 1/18, ഗ്രീൻ 17/18. വ്യക്തമായി മനസ്സിലാക്കിയതിന് ശേഷം നോട്ടിലേക്ക് ഇതേപോലെ മാറ്റി എഴുതാവുന്നതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 2ലേക്ക് പോകാം. വൃത്തത്തിന്റെ ആകെ കോണളവ് വരുന്നത് 360 ഡിഗ്രിയാണ്. മഞ്ഞ നിറമുള്ള ഭാഗം 24 ഡിഗ്രി. വൃത്തത്തിന്റെ മഞ്ഞ ഭാഗം വരുന്നത് 24/360 ആണ്. 24നെയും 360നെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 12/180 എന്ന് കിട്ടും. വീണ്ടും ഒന്നുകൂടെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 6/90 എന്ന് കിട്ടും. വീണ്ടും ചെറുതാക്കാൻ കഴിയും. 2 തന്നെയാണ് ഉപയോഗിക്കുന്നത്. 3/45. ഇനി 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല. 3 ആണ് അതിനുവേണ്ടി ഉപയോഗിക്കുന്നത്. നമുക്ക് ലഭിക്കുന്ന ആൻസർ 1/15 ആണ്. അതായിരിക്കും വൃത്തത്തിന്റെ മഞ്ഞ ഭാഗം. അടുത്തതായി പച്ച നിറമുള്ള ഭാഗത്തിന്റെ കോണളവ് കാണാൻ 360 ഡിഗ്രി മൈനസ് 24 ഡിഗ്രി. ആൻസർ ലഭിക്കുന്നത് 336 ഡിഗ്രിയാണ്. ഇനി വൃത്തത്തിന്റെ പച്ച ഭാഗം എത്രയാണെന്ന് അറിയാൻ വേണ്ടി 336 ഡിഗ്രി ഡിവൈഡഡ് ബൈ 360 ഡിഗ്രി. ആദ്യമായി 2 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ആൻസർ ലഭിക്കുന്നത് 160/180. വീണ്ടും ഒന്നുകൂടെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 84/90 ലഭിക്കും. വീണ്ടും ഒന്നുകൂടെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 42/45 ആണ് ലഭിക്കുന്നത്. ഇനി നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല. 3 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ആൻസർ ലഭിക്കുന്നത് 14/15. അപ്പോൾ മഞ്ഞ ഭാഗം വൃത്തത്തിലെ മൊത്തം അളവിന്റെ 1/15ഉം പച്ച ഭാഗം വൃത്തത്തിലെ മൊത്തം അളവിന്റെ 14/15ഉമാണ്. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. മഞ്ഞ നിറമുള്ള ഭാഗം കാണാൻ 54 ഡിവൈഡഡ് ബൈ 360 ആണ്. മുകളിലും താഴെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 27/180 എന്ന് ലഭിക്കും. അടുത്ത സ്റ്റെപ്പിൽ മുകളിലും താഴെയുമായി 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 9/60 എന്ന് കിട്ടും. ഒന്നുകൂടെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇപ്പോൾ ലഭിക്കുന്നത് 3/20 ആണ്. ഇതിൽ കൂടുതൽ ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല. ആൻസർ കിട്ടിയിരിക്കുന്നത് 3/20. അടുത്ത സ്റ്റെപ്പിൽ പച്ച നിറത്തിന്റെ കോണളവാണ് കാണേണ്ടത്. പച്ച നിറത്തിന്റെ കോണളവ് കാണാൻ 360 ഡിഗ്രിയിൽ നിന്ന് 54 ഡിഗ്രി കുറച്ചാൽ മതി. ആൻസർ കിട്ടുന്നത് 306 ഡിഗ്രിയാണ്. പച്ച നിറം ആകെ വൃത്തത്തിന്റെ എത്ര ഭാഗമാണെന്ന് അറിയാൻ 306 ഡിവൈഡഡ് ബൈ 360. മുകളിലും താഴെയുമായി 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയും. അങ്ങനെ ചെയ്താൽ കിട്ടുന്നത് 153/180. അടുത്തതായി 3 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 51/60 എന്ന് ലഭിക്കും. ഒരു പ്രാവശ്യം കൂടെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയും. അപ്പോൾ കിട്ടുന്നത് 17/20 ആണ്. മുഴുവൻ സ്റ്റെപ്സും നമ്മളിപ്പോൾ ചെയ്തു കഴിഞ്ഞു. ഇനി ഇതേപോലെ നോട്ടിലേക്ക് പകർത്തി എഴുതാം.
അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് പേജ് നമ്പർ 18ലാണ്. പക്ഷെ 17ന്റെ തുടർച്ചയായതുകൊണ്ട് ഇതുകൂടെ നമുക്ക് ചെയ്യാം. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. വൃത്തത്തിന്റെ ആകെ കോണളവ് 360 ഡിഗ്രി. മഞ്ഞ നിറത്തിന്റെ കോണളവ് നമുക്കിപ്പോൾ ലഭിച്ചത് 80 ഡിഗ്രിയാണ്. വൃത്തത്തിന്റെ മഞ്ഞ ഭാഗം കാണാൻ വേണ്ടി 80 ഡിഗ്രി ഡിവൈഡഡ് ബൈ 360 ഡിഗ്രിയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 8/36 എന്ന് കിട്ടും. പിന്നെ 2 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ 4/18 എന്ന് കിട്ടും. വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 2/9 നമുക്ക് കിട്ടുന്ന ആൻസർ ആണ് 2/9. അടുത്തത് പച്ച നിറത്തിന്റെ കോണളവാണ് കാണുന്നത്. അപ്പോൾ 360 ഡിഗ്രിയിൽ നിന്ന് -80 ഡിഗ്രി ചെയ്ത് കഴിഞ്ഞാൽ 280 ഡിഗ്രിയാണ് കിട്ടുന്നത്. ഇനി വൃത്തത്തിൽ പച്ച എത്ര ഭാഗമാണെന്ന് കാണാം. 280 ഡിഗ്രി ഡിവൈഡഡ് ബൈ 360 ഡിഗ്രി. വീണ്ടും ഇവിടെ 10 കൊണ്ടാണ് മുകളിലും താഴെയുമായി ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ 28/36 എന്ന് ലഭിക്കുന്നു. ഇനി നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ലഭിക്കുന്നത് 14/18. വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 7/9 എന്ന് കിട്ടും. മഞ്ഞ ഭാഗം വൃത്തത്തിലെ മൊത്തം അളവിന്റെ 2/9 ആണ്. പച്ചഭാഗം വൃത്തത്തിലെ മൊത്തം അളവിന്റെ 7/9 ആയിരിക്കും. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. പേജ് നമ്പർ 18ലെ രണ്ടാമത്തെ വർക്കാണ് ഇനി ചെയ്യാൻ പോകുന്നത്. വൃത്തത്തിന്റെ ആകെ കോണളവ് 360 ഡിഗ്രി ആണെന്ന് എല്ലാവർക്കും അറിയാം. മഞ്ഞ നിറത്തിന്റെ കോണളവ് 108 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. വൃത്തത്തിന്റെ മഞ്ഞ ഭാഗം കാണാൻ 108 ഡിഗ്രി ഡിവൈഡഡ് ബൈ 360 ഡിഗ്രി. ഇവിടെ 2 കൊണ്ടാണ് ആദ്യമായി ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ 54 ഡിവൈഡഡ് ബൈ 180 എന്ന് ലഭിക്കും. ഒന്നുകൂടെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ലഭിക്കുന്നത് 27/90 ആണ്. ഇനി ഡിവൈഡ് ചെയ്യുന്നത് 3 കൊണ്ടാണ്. അപ്പോൾ ലഭിക്കുന്നത് 9/30 എന്നാണ്. ഒന്നുകൂടെ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഫൈനൽ ആൻസർ 3/10 എന്ന് ലഭിക്കും. ഇനി നമുക്കറിയാം വൃത്തത്തിന്റെ ആകെ കോണളവ് 360 ആണ്. അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കുമ്പോൾ പച്ച നിറത്തിന്റെ കോണളവ് വരുന്നത് 360 ഡിഗ്രി മൈനസ് 108 ഡിഗ്രിയാണ്. ലഭിക്കുന്നത് 252 ഡിഗ്രിയാണ്. അപ്പോൾ വൃത്തത്തിന്റെ പച്ച ഭാഗം കാണുവാൻ വേണ്ടി 252 ഡിഗ്രി ഡിവൈഡഡ് ബൈ 360 ഡിഗ്രി എന്ന് എഴുതാം. ഇവിടെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 126/180 എന്ന് ലഭിക്കും. ഒന്നുകൂടെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. അപ്പോൾ 63/90 എന്ന് ലഭിക്കുന്നു. ഇനി നമ്മൾ 3 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ലഭിക്കുന്നത് 21/30 എന്നാണ്. വീണ്ടും ഒന്നുകൂടെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 7/10 എന്ന് ലഭിക്കും. മഞ്ഞ ഭാഗം വൃത്തത്തിലെ മൊത്തം അളവിന്റെ 3/10 ആണ്. അതായത് യെല്ലോ പാർട്ട് നമ്മൾ ഫ്രാക്ഷൻ ആണ് കണ്ടത്. പച്ചഭാഗം വൃത്തത്തിലെ മൊത്തം അളവിന്റെ 7/10 ആണ്. പേജ് നമ്പർ 18ലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇനി ചെയ്യാൻ പോകുന്നത്. വൃത്തത്തിന്റെ ആകെ കോണളവ് 360 ഡിഗ്രിയാണ്. മഞ്ഞ നിറത്തിന്റെ കോണളവ് നമുക്ക് കിട്ടിയിരിക്കുന്നത് 150 ഡിഗ്രിയാണ്. വൃത്തത്തിന്റെ മഞ്ഞ ഭാഗം കാണാൻ 150 ഡിഗ്രി ഡിവൈഡഡ് ബൈ 360 ഡിഗ്രി. ഇവിടെ 10 കൊണ്ടാണ് മുകളിലും താഴെയുമായി ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ലഭിക്കുന്ന ആൻസർ ആണ് 15/36. വീണ്ടും നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോഴാണ് ഫൈനൽ ആൻസർ കിട്ടുന്നത് 5/12. അടുത്തതായി വൃത്തത്തിന്റെ ആകെ കോണളവ് 360 ഡിഗ്രിയാണ്. പച്ച നിറത്തിന്റെ കോണളവ് കാണാൻ 360 ഡിഗ്രി മൈനസ് 150 ഡിഗ്രി. അപ്പോൾ ലഭിക്കുന്നത് 210 ഡിഗ്രിയാണ്. വൃത്തത്തിൽ പച്ചഭാഗം കാണാൻ 210 ഡിഗ്രി ഡിവൈഡഡ് ബൈ 360 ഡിഗ്രി. ഇവിടെ 10 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ 21/36 എന്ന് ലഭിക്കുന്നു. പിന്നീട് 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 7/12 എന്ന് ലഭിക്കുന്നു. മഞ്ഞ ഭാഗം വൃത്തത്തിലെ മൊത്തം അളവിന്റെ 5/12ഉം പച്ചഭാഗം വൃത്തത്തിലെ മൊത്തം അളവിന്റെ 7/12 ആയും ലഭിക്കുന്നു. കൂട്ടുകാർക്ക് എല്ലാവർക്കും ഈ പാഠഭാഗം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. മറ്റൊരു ഭാഗവുമായി വീണ്ടും കാണാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.